ഹായ്, വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ്. എൻ്റെ സ്വാദിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഞാനൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു കറിയാണ് ഇന്നത്തത്. രാത്രി എല്ലാവരും റെഡി ആയിക്കോ പെട്ടെന്ന് തന്നെ. ഇന്ന് രാത്രി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള ഒരു കറിയാണ്. പൂരിയാണ് അതിൻ്റെ കൂടെ ഏറ്റവും മാച്ച് ചെയ്യുന്നത്. പൂരിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ആലുദം, ബംഗാളീസിൻ്റെ ഫേവറേറ്റ് ഡിന്നർ ഡിഷ്. ആലുദം എന്ന് പറഞ്ഞാൽ ആലു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, പൊട്ടറ്റോ കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക കറി. അധികം മസാലകളൊന്നും ഇല്ലാത്ത ഒരു വെറും ഉരുളക്കിഴങ്ങ് മാത്രം. പക്ഷെ ആ ഉരുളക്കിഴങ്ങ് എന്നാൽ ഏറ്റവും വിശേഷമായത് കുഞ്ഞു കുഞ്ഞു ഉരുളക്കിഴങ്ങുകളാണ്. അത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഇവിടെ എന്നാലും അത്ര ഇത് കിട്ടുന്നില്ല. വെസ്റ്റ് ബംഗാളിൽ അങ്ങോട്ടൊക്കെ നല്ല ചെറിയ ഉരുളക്കിഴങ്ങ് വരും. ഇവിടെ കിട്ടുന്നത് വെച്ച് നമുക്ക് ഏതായാലും ഞാൻ കുറച്ചെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. കിട്ടുന്ന വെച്ച് നമുക്ക് അതിനൊന്ന് ആഘോഷമാക്കി ഉണ്ടാക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ചെറിയ ഉരുളക്കിഴങ്ങെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി, തോലൊന്നും പൊളിക്കാൻ പാടില്ല, വൃത്തിയാക്കി കുക്കറിലിട്ട് കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ച് തോല് പൊളിച്ചതിന് ശേഷമുള്ള ഉരുളക്കിഴങ്ങിൻ്റെ അവസ്ഥയാണിത്. ഉരുളക്കിഴങ്ങ് അധികം തീരെ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതാ ഇങ്ങനെ തന്നെ ഇരിക്കണം. ചെറിയതെല്ലാം വേണ്ട, നല്ല ടേസ്റ്റാണ്. ഇത് മുറിക്കൊന്നുമില്ല, നമ്മൾ അങ്ങനെ തന്നെ കൂട്ടാൻ ഉണ്ടാക്കുമല്ലേ ചെയ്യുക. അപ്പോൾ ഉരുളക്കിഴങ്ങിനെ കുക്കറിൽ ഒരു 3 വിസിൽ മതി. ഉപ്പിട്ട് നന്നായി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങ്, അതായത് തോല് പൊളിക്കാൻ പാടില്ല, പക്ഷെ നന്നായിട്ട് കഴുകണം. കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിലെടുത്തതിന് ശേഷം തോല് പൊളിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണിത്. അപ്പോൾ ഇതിലെന്താ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ്, ഒരു നുള്ള് ഉപ്പിട്ടിട്ടാന്ന് വെച്ചാൽ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഉപയോഗിച്ചാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും പുരട്ടിയിട്ട് വേണം ഇതിനെ നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്യാം. ഈ ഉരുളക്കിഴങ്ങിനെ ഒരു ഫോർക്ക് വെച്ച് ഞാനെല്ലാം കുത്തി വെച്ചതാണ്, അതുകൊണ്ട് രണ്ടാമത് കുത്തി കാണിക്കുന്നില്ല. ഫോർക്ക് വെച്ച് ചെറുതായിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ മസാലയും നമ്മളിപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയെല്ലാം ഉള്ളിൽ കിടന്ന് നല്ല ഒരു ഫ്രൈ ആയിട്ട് വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഉപ്പും മഞ്ഞളും പുരട്ടി ഫോർക്ക് കൊണ്ട് ചെറിയ ചെറിയ ഓട്ട ഉണ്ടാക്കി വെച്ച് അതിനെ നമുക്കിനി ഫ്രൈ ചെയ്യാം. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, ശരിക്കും ബംഗാളീസ് ആയതുകൊണ്ട് അവർ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് വരാൻ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങുകൾ നമ്മളിങ്ങനെ ഇടണം. പക്ഷേങ്കിൽ പൊട്ടിപ്പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഇത് സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ സമയം നമുക്ക് അടുത്ത സ്റ്റൗ എത്തിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനുള്ള മസാല റെഡിയാക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിൽ ഇതിങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ അത് ശ്രദ്ധിക്കണ്ട, കരിഞ്ഞൊന്നും പോവില്ല. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട മസാലകൾ എല്ലാവരും ശ്രദ്ധിക്കുക. താഴെ എഴുതി കാണിക്കുന്നതാണ്. ഓരോ മസാലയായിട്ട് നമുക്കിതിലിടാം. അടുത്തൊരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് ജീരകം പൊട്ടിക്കുക. പിന്നെ ഉള്ളി, 2 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും തക്കാളിക്ക് 2 ഉള്ളി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇതൊന്നും ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ മസാല നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം അരക്കും. ഇതെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം ഈ മുഴുവൻ ഇതെടുത്ത് അരച്ചു കഴിഞ്ഞാലാണ് നമുക്ക് മസാല കിട്ടുന്നത്. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ആദ്യം അരക്കേണ്ട ആവശ്യമില്ല. ചതച്ച് എടുത്തൊന്നും വേണ്ട, വെറുതെ കട്ട് ചെയ്യുക, ഇതിലിടുക. അപ്പോൾ ജീരകം, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കൂട്ടാൻ. അത് മാത്രമല്ല ഒരു ടേസ്റ്റും ആണല്ലോ. നോർത്ത് ഇന്ത്യൻസിൻ്റെ എല്ലാം കൂട്ടാനിലധികവും അണ്ടിപ്പരിപ്പ് ചേർക്കുക. അതൊരു ടേസ്റ്റ് മാത്രമല്ല, ഒരു കൊഴുപ്പും കിട്ടും കറിക്കൽ. ഇടക്കിടക്ക് ഇതിനെ മറന്നു പോകാൻ പാടില്ല, ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഉള്ളി ഒന്ന് ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല, പക്ഷെ എന്നാലും അതിൻ്റെ പച്ചമണം പോയി കിട്ടണം.
ഇവിടെ തിരിഞ്ഞ് കളപ്പം ഓരോന്ന് നന്നായി ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ടേസ്റ്റാണ് കറിവെള്ളം. ഏകദേശം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ആയിട്ടുണ്ട്. അതിനുശേഷം മസാലകളിടാം. മസാലകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക. മസാല ഇടാൻ പോവാണ്. ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ്. മല്ലിപ്പൊടി, മുളക്, ഞാൻ 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 3 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അത് ചേർക്കാം, ഓരോരുത്തരുടെ സ്വാദിനനുസരിച്ച്. പിന്നെ തക്കാളി, 2 തക്കാളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വരണ്ട് വന്നാൽ അധികം അങ്ങ് ഉള്ളിയൊന്നും കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് സിമ്മിൽ വെച്ചാൽ മതി. ഇതിനെ ഇടക്കിടക്ക് ശ്രദ്ധിക്കുക, ഇതിനെ മറന്നു പോകരുത്. തക്കാളി ഇവിടെ ഇന്ന് ചെറിയ ഇടിയെല്ലാം ഉണ്ട് കൈ. ഇതാ ഇടി പൊട്ടുന്നുണ്ട്, ചെറുതായിട്ട് മഴ പാറുന്നുണ്ട്. നിങ്ങളവിടെ എല്ലാം ഉണ്ടോ? റെഡി ആയിട്ടുണ്ട്. കായും ചേർത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതും ഏകദേശം റെഡിയായി കഴിഞ്ഞല്ലോ. കണ്ടില്ലേ, എല്ലാം ചുവപ്പെല്ലാം വന്നിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം പൊട്ടറ്റോൻ്റെ അപ്പളും എല്ലാം പോയി നല്ല അടിപൊളി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവും ഒരു സുഖം. എല്ലാവരും എന്നെ സ്മരിക്കുക. ഇനി അപ്പം അത് റെഡിയായി. ഇത് അരച്ച് വരട്ടെ. ഞാൻ ഒന്ന് തണുത്തതിന് ശേഷമേ അരക്കാൻ പറ്റുള്ളൂ. ഞാൻ അരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അരച്ചെടുത്ത മസാലയാണിത്. ഈ രൂപത്തിൽ നന്നായിട്ട് അരയണം, പേസ്റ്റ് മാതിരി. ഇനി ആ മസാലേനെ നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, ആ എണ്ണയിലാണ് ഇട്ട് വഴറ്റേണ്ടത്. വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി വഴന്ന് എണ്ണ തെളിയണം. ആ പച്ചച്ചോയെല്ലാം മാറണം. ഉള്ളിയുടെ, ഇഞ്ചി, വെളുത്തുള്ളി, എണ്ണ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കുറക്കാം. എണ്ണയും എല്ലാ മസാലകളും സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മളെ ഫാമിലിൻ്റെ ഹെൽത്ത് നമ്മളെല്ലാം നോക്കുന്നത്. ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലാണ് അത് ചെയ്യേണ്ടത്. നന്നായി മസാല നന്നായി ഇറക്കി കൊടുക്കുക. ആ പച്ച മണം മാറി കിട്ടണം. സിമ്മിൽ വെച്ച് പതുക്കെ ഇളക്കി വെക്കും. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സൈഡിൽ നല്ല എണ്ണ തെളിഞ്ഞ് വന്നതുണ്ടോ? ഇതായി. അപ്പം നമുക്കിനി ഈ ഉരുളക്കിഴങ്ങിന് ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഉരുളക്കിഴങ്ങ് കുറച്ച് അരച്ച വെള്ളം കഴുകി ഒഴിക്കാം.
ഇത് അധികം ഗ്രേവി ഇല്ലാത്ത ഒരു കറിയാണ്. അതായത് ചപ്പാത്തി, പൂരി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അധികം ഗ്രേവി ഇല്ലാത്ത കറി. കണ്ടില്ലേ, ഇപ്പൊ ടൊമാറ്റോ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. നന്നായി ഒന്ന് പതച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാങ്ങാം. ഇത്രയും ഗ്രേവി പാടുള്ളൂ. ഇനി അവസാനമായിട്ട് കുറച്ച് ഗരം മസാല പൗഡർ, വേറെ ഒന്നും ചേർക്കണ്ട, ഗരം മസാല പൗഡർ. ഓഫ് ചെയ്യാണ് ഗ്യാസ്. ചൂടുള്ള ആലുദം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ചേർക്കുക. അധികം വേണ്ട, കുറച്ച് മതി. ഇത് എടുക്കുന്ന സമയത്ത്, നമുക്ക് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു ഇളക്കിയാൽ നല്ല ഒരു ടേസ്റ്റ് വരും. കുറച്ച് ക്രീം ചേർക്കുക, പിന്നെ കുറച്ച് മല്ലിയില. ഇന്നത്തെ എൻ്റെ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആലുദം, ഈ ആലുദമിൻ്റെ കൂടെ പൂരിയും ഉണ്ടാക്കി എല്ലാവരും ഇന്നത്തെ ഡിന്നർ ഉഷാറാക്കുമെന്ന് കരുതട്ടെ. സ്നേഹാദരങ്ങളോടെ ഗുഡ് നൈറ്റ്. ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. എൻ്റെ ചാനലിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ശുഭരാത്രി.